സംസ്ഥാന സർക്കാരിനെതിരെ കേരള പുലയ മഹാസഭ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. മൃദു ഹിന്ദുത്വ സമീപനം ന്യൂനപക്ഷ വോട്ടുകൾ അകറ്റിയെന്നും KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. ശബരിമല ജനങ്ങളെ സ്വാധീനിച്ച ഒരു ഘടകമായി വേണം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തേണ്ടത്. ഈ PM ശ്രീ പോലെയുള്ള പദ്ധതികളിൽ ഉണ്ടായ വിവാദങ്ങളും ചർച്ചയും, അതുപോലെ തന്നെ ഈ ശബരിമലയിൽ തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും, അപ്പോൾ ഒരു മൃദു ഹിന്ദുത്വത്തിൻ്റെ സമീപനം അത് മൈനോറിറ്റി വോട്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ, ഈ മൈനോറിറ്റിയുടെ ഭാഗത്തുള്ള ആശങ്ക അതൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് വേണം വിലയിരുത്താൻ. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം. ഷാബാസ് അഹമ്മദ്, ശബരിമല പല വിഷയങ്ങളിൽ ഒന്ന് മാത്രം അല്ലെങ്കിൽ വിഷയമേ ആയില്ല എന്ന് പറയുന്ന ഇടത്താണ് സർക്കാരിനൊപ്പം നിൽക്കുന്ന KPMSന്റെ പ്രതികരണം വരുന്നത്. എങ്ങനെ വേണം കാണാൻ? സുജിയ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KPMS രംഗത്തെത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് തന്നെയാണ് KPMS വ്യക്തമാക്കുന്നത്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഇടതുമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനം ന്യൂനപക്ഷ വോട്ടുകളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റിയെന്നതാണ് KPMSന്റെ പ്രധാനപ്പെട്ട വിമർശനം. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന സർക്കാരിലുണ്ടായ നയമാറ്റം ന്യൂനപക്ഷ വോട്ടുകളെ കൂടുതൽ അകറ്റാൻ കാരണമായി എന്നും KPMS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം, കേന്ദ്ര സർക്കാരിന് സമരസപ്പെടുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിലൊരു പ്രതീതി പുറത്തുണ്ടായി. അതുകൊണ്ടാണ് കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണം എന്നതാണ്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPMS പൂർണ്ണമായും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നതാണ് KPMS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. സുജിയ, ഓക്കെ, താങ്ക് യു. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.